നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. ENT ടോക്സിൻ്റെ അടുത്തൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിൽ കോക്ലിയർ ഇംപ്ലാന്റേഷനും അതിൻ്റെ ഫൈനറായിട്ടുള്ള ഡീറ്റെയിൽസിലോട്ട് പോവുകയാണ്. നമുക്ക് വന്നേക്കുന്ന വേറെ ചില ക്വസ്റ്റ്യൻസ്, അതായത് ഇംപ്ലാന്റ് ചെയ്ത ഒരു കുട്ടിക്ക് സ്പോർട്സ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും സ്പോർട്സ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാം, എന്നാൽ കോൺടാക്ട് സ്പോർട്സ് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അതായത് ഫിസിക്കൽ കോൺടാക്റ്റ് വരുന്ന സ്പോർട്സ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഫുട്ബോൾ, ഈ പറഞ്ഞ പോലെ ആ ഒരു ഇമ്പാക്റ്റ്, ചിലപ്പം ആ ബോൾ ഡിവൈസ് പ്ലേസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയയിൽ വന്ന് കോൺടാക്റ്റ് ഉണ്ടാക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ആ ഡിവൈസിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഫിസിക്കൽ കോൺടാക്റ്റ് ഉള്ള സ്പോർട്സ് ജനറലി അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അല്ലാതുള്ള രീതിയിലുള്ള സ്പോർട്ടിങ് ആക്ടിവിറ്റീസ് പോസിബിളാണ്. പിന്നുള്ളൊരു ചോദ്യം എന്ന് വെച്ചാൽ, നമുക്കിത് വെച്ച് സ്വിം ചെയ്യാൻ പറ്റുമോ? നമുക്ക് എക്സ്റ്റേണൽ കമ്പോണൻറ്റ് മാറ്റി വെച്ച് തീർച്ചയായിട്ടും സ്വിം ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്റ്റേണൽ കമ്പോണൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് സ്വിം ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള സ്പെഷ്യൽ കേസ് ഉണ്ട്. അക്വാ കേസ് എന്നൊക്കെ പറഞ്ഞ് പല കമ്പനികളുടെ പ്രോഡക്ട്സ് ഡിഫറെൻ്റ് ആണ്. ചില ന്യൂ ജനറേഷൻ ഇംപ്ലാന്റ്സ് തീർച്ചയായിട്ടും അത് വാട്ടർ പ്രൂഫ് എബിലിറ്റി ഉള്ളതും ഈ പറഞ്ഞ പോലെ നമുക്ക് അക്വാട്ടിക് സ്പോർട്സിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് വാട്ടർ സ്പോർട്സിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. താങ്ക് യു.